കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വാഴക്കുളത്ത് പോയെന്ന് പറയില്ലേ, അവിടെ നിന്ന് ആൻറ്റി കുറച്ച് വടുകപ്പുളി അച്ചാർ കുപ്പിയിലാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്ന് രാത്രി ചോറിന് കൂട്ടും ചപ്പാത്തിക്ക് കൂട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അനീഷിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞായറാഴ്ച നമ്മൾ നാടൻ പച്ചക്കറി കടയുണ്ട് നമ്മുടെ കടയുടെ അടുത്ത് തന്നെ, അവിടെ വീട്ടിലേക്ക് വേണ്ടി കപ്പ വാങ്ങിക്കാൻ പോയതാണ്. അപ്പം നോക്കുമ്പോഴേ വടുകപ്പുളി ഇരിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, അതെല്ലാം അവിടെ ഇരുന്നത് മൊത്തത്തിൽ വാങ്ങിച്ചു. കാരണം കടയിൽക്കും അച്ചാറിടാലോ, എന്നിട്ട് നമുക്ക് കുറച്ചധികം നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാമല്ലോ ഓർത്ത്. അങ്ങനെ ഞായറാഴ്ച വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇന്നലെ വൈകുന്നേരം ഇപ്പം ഞാനത് കടയിലേക്ക് കൊണ്ടുപോയിട്ടാ. ഒരു 5-10 ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വൈകുന്നേരം നിന്നും കിടന്നും ഇരുന്നൊക്കെ ആയിട്ട് ഞാൻ അത് അരിഞ്ഞ് ഒരു കണക്കിനെടുത്ത്. അങ്ങനെ അരിഞ്ഞതിലേക്ക് ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് എരിവളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി, എന്തായാലും അച്ചാറിന് കളർ വേണമല്ലോ. അങ്ങനെ എല്ലാം കൂടി ഇളക്കി കൂട്ടി കയ്യിൽ കൊണ്ടിട്ടാണ് എടുത്തേക്കാണ്. എൻ്റെ കയ്യേ കത്തി വെച്ച് പൊട്ടി. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കയ്യിൽ വെച്ചിട്ട് അങ്ങനെ എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ട് കടയും പൂട്ടി വീട്ടിലേക്ക് പോന്ന്. ഇന്ന് വൈകുന്നേരം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അച്ചാറിട്ട് തുടങ്ങാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടെ. ഞാൻ ഏത് അച്ചാർ ഉണ്ടാക്കണമെങ്കിലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കോളൂ. എണ്ണയൊക്കെ കാഞ്ഞപ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ ഇച്ചിരിക്കോളം ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കേട്ടാ. ഇഞ്ചി ഞാൻ കുറച്ചെടുത്തുള്ളൂടോ. കാരണം എന്ത് വിലയാണ് ഇഞ്ചിക്ക്, എവിടെയാണ് ഈ വില കയറിപ്പോണെന്ന് എനിക്കറിയാൻ പറ്റില്ല. വാഴക്കുളത്തുനിന്ന് നമ്മൾ കാന്താരി മുളക് കൊണ്ടുവന്നില്ലേ, കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എന്ത് ചെയ്ത്, ഫ്രിഡ്ജ് വാടിക്കുളഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് കീറിയും പറിച്ചൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത്. നോക്കുമ്പോഴേ അച്ചാറിന് കുറച്ച് കളർ കുറവ്. എന്നാൽ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാമല്ലോ എന്നത്. എല്ലാം കൂടി ഇളക്കിക്കൂട്ടി എടുത്തിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഈത്തപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കീറിപ്പറിച്ച് അതും ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് പിന്നെ അരി ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊക്കെ അടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ വിനാഗിരി തന്നെ ഒഴിച്ചിട്ട് അടിക്കണോട്ടോ, അല്ലാണ്ട് വെള്ളമൊന്നും ചേർത്തൊന്നും അടിച്ചേക്കല്ലേ. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് എടുത്തതാ. ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. ഇതിപ്പോൾ ഈന്തപ്പഴ അച്ചാർ പോലെയൊക്കെ തോന്നി കേട്ടാ നോക്കിയപ്പോൾ. പിന്നെ ഞാൻ കുറച്ചും കൂടി വിനാഗിരിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച്, പിന്നെ നമ്മൾ ആ കുഴച്ച് വെച്ചേക്കണ നമ്മുടെ എന്തെന്നാണ് വടുകപ്പുളിയില്ലേ, അതും കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത്. പിന്നെ അതേ നേരം നമുക്ക് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വടുകപ്പുളി, ഇന്നലെ നമ്മൾ ചെയ്ത് വെച്ചത് കൊണ്ടിട്ടേ. പിന്നെ എന്തായാലും അച്ചാറിന് ഇച്ചിരിക്കോളം മധുരവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ആ എരിവും പുളിയും പിന്നെ മധുരവും കൂടി പിന്നെ ഉപ്പും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത്. ചില ആൾക്കാരൊന്നും പഞ്ചസാരയൊന്നും ഇടില്ല കേട്ടോ. ഞാൻ ഏത് അച്ചാറിലും കുറച്ച് പഞ്ചസാര വരെ ഇടും കേട്ടോ, എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോരാ. അപ്പോൾ ഒരു പണി ഞങ്ങൾ കഴിയില്ല. പിന്നെ നാളെ വന്നിട്ട് കുപ്പിയിലാക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്ന 2 പാത്രത്തിലാക്കി ചൂടാറാനൊക്കെ വെച്ച്. അതിൻ്റെ ഇടയിൽ വേറെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാർ ചൂടാറിക്കിയിട്ട് അങ്ങനെ കുപ്പിയിലോട്ടാക്കി. ബാക്കിയുള്ള കുറച്ചെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടാ. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുണ്ടോല്ലോ വീട്ടിലേക്ക് തീരുമ്പോൾ എന്ന് വിചാരിച്ച്. പിന്നെ നാളെ ചോറ് കഴിക്കാൻ വന്നെയാണെങ്കിൽ എല്ലാവർക്കും വടുകപ്പുളി കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതേ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടേനെ താങ്ക് യു.